സാർ, ഈ ഹമാസ്, ഹിസ്ബുള്ള എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ അത് ഭീകര സംഘടനകളാണെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെ. ഇപ്പം സുനിത വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ ഹമാസിനെ ഈ പറയുന്ന ഹിന്ദു പുരാണങ്ങളുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഹമാസ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണെന്നുള്ള രീതിയിൽ ഒരു നരേറ്റീവ് കൊണ്ടുവരുന്നു. എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? അവർ ദ വയർ എന്ന് പറഞ്ഞാൽ ഈ സെക്കുലർ ഇടതുപക്ഷ ഓൺലൈൻ ഉണ്ടല്ലോ, സിദ്ധാർത്ഥ് വരദരാജൻ അങ്ങനെയുള്ള ആളുകളൊക്കെ ചേർന്നിട്ട് ആ ദ വയറിലാണ് ഒരു ലേഖനം എഴുതിയിരുന്നത്. ജന്മാഷ്ടമി ഇൻ ഗാസ എന്നായിരുന്നു ലേഖനത്തിൻ്റെ ശീർഷകം. ആരെങ്കിലും ഗാസയിൽ ജന്മാഷ്ടമി ആരെങ്കിലും ആഘോഷിക്കുന്നുണ്ടോ? പിന്നെ ജന്മാഷ്ടമി ഇൻ ഗാസ എന്ന് ശീർഷകം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ദുരുദ്ദേശമാണെന്നുള്ളത് വ്യക്തമാണത്. അപ്പോൾ ജന്മാഷ്ടമി ഇൻ ഗാസ എന്ന് പറഞ്ഞ ലേഖനത്തിൽ ഈ സുനിത വിശ്വനാഥ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ സുഹൃത്താണ്. ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്നൊരു സ്ത്രീയുമാണ് അമേരിക്കയിൽ. ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു വ്യാജ സംഘടന ഉണ്ടാക്കി, NGO ഉണ്ടാക്കി നടക്കുന്നൊരു സ്ത്രീയാണ് അമേരിക്കയിൽ. രാഹുൽ ഗാന്ധി കഴിഞ്ഞ കൊല്ലം പോയപ്പോൾ നാഷണൽ പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ വലതുവശത്തുണ്ടായിരുന്നു ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതൊക്കെ ഈ സോറോസ് പരിപാടികളാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയതുമൊക്കെ ഈ സുനിത വിശ്വനാഥാണ് രാഹുൽ ഗാന്ധിയെ. ആ ഗ്രൂപ്പിൽപ്പെട്ടൊരു സ്ത്രീയാണ് അമേരിക്കയിൽ. രാഹുൽ ഗാന്ധി പോകുമ്പോൾ പരിപാടികൾ സംഘടിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്ന അവരാണ്. അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത്, ഇവർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആണ് അമേരിക്കയിലെ ഒരു NGO. അവർ പറഞ്ഞിരിക്കുന്നത് ഗാസയിലെ മനുഷ്യർ ഈ ഭഗവാൻ കൃഷ്ണൻ നേരിട്ട പരീക്ഷണങ്ങളുണ്ടല്ലോ, അതുപോലെ ഉള്ള പരീക്ഷണങ്ങൾ നേരിടുന്നവരാണ് ഗാസയിലെ മനുഷ്യർ. ഹമാസ് ശ്രീകൃഷ്ണൻ നേരിട്ട പരീക്ഷണങ്ങൾ പോലെ പരീക്ഷണങ്ങൾ നേടുന്ന സംഘടനയാണ്. പിന്നെ പാണ്ഡവർ നേരിട്ട പരീക്ഷണങ്ങൾ പോലെ പരീക്ഷണം നേരിടുന്നവരാണ് പലസ്തീൻ ജനത, ഹമാസ്. അവർ പറയുക അതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ കംസൻ ശ്രീകൃഷ്ണനെ അതെ നശിപ്പിക്കാനായിട്ട് മുതിർന്നതാണ്. അങ്ങനെ ആ കംസന്റെ സ്ഥാനത്താണ് ഇസ്രയേൽ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ബന്ധവുമില്ലാതെ ഹിന്ദു ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഇതിൽ നിന്നുള്ള കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ടൊരു ഹമാസ് തിരക്കഥ ഉണ്ടാക്കുന്ന ലേഖനമാണ് ഈ സുനിത വിശ്വനാഥ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് ഈ ജന്മാഷ്ടമിക്ക് ഹിന്ദുക്കൾ ഹമാസിനൊപ്പം നിൽക്കണം. ഇങ്ങനൊരു ലേഖനം, ഇങ്ങനൊരു ദുഷ്ട മനസ്സ് മനുഷ്യർക്ക് എങ്ങനെ ഉണ്ടാകാനാണ്? പരസ്പരം ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ബന്ധിപ്പിച്ചിട്ടല്ലേ ലേഖനങ്ങൾ എഴുതുക. നമ്മുടെ പ്രബന്ധത്തിൽ ഒരു ലേഖനം എഴുതുമ്പോൾ അതിന് ഇന്ന പോയിന്റ് വേണം, തുടക്കം ഇങ്ങനെ ആയിരിക്കണം, അവസാനം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെയാണ്. ഈ സ്ത്രീയുടെ ഉദ്ദേശം അപ്പം എന്താണ്? ഈ ജന്മാഷ്ടമി ഇൻ ഗാസ എന്ന് പറയുമ്പോൾ ഇവിടെ സനാതന ഹിന്ദുക്കളായ ആളുകൾ എങ്ങനെയെങ്കിലും ഈ കാപട്യമൊക്കെ പറഞ്ഞിട്ട് ഹമാസിൻ്റെ കൂടെ നിർത്തുക, ഈ ഇസ്ലാമിക ഭീകരതയ്ക്കൊപ്പം നിർത്തുക, ഇതൊക്കെ ആയിരിക്കണമല്ലോ അജണ്ട. അതെ, ഒരു വല്ലാത്ത ലേഖനം. അപ്പോൾ ഇവരുടെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ അവർ ഇതിൻ്റെ അകത്ത് പാണ്ഡവധർമ്മം എന്തായിരുന്നു, കൗരവർക്ക് എങ്ങനെയാണ് കുഴപ്പം പറ്റിയത്, നീതി അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നീതി ഹമാസിൻ്റെ കൂടെയാണ്, ഇസ്രയേലിൻ്റെ കൂടെയല്ല, ധർമ്മം ഹമാസിൻ്റെ കൂടെയാണ്. ഇവർ ഈ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധർമ്മം എന്ന് പറഞ്ഞൊരു സംഭവം 7 അയലത്തുകൂടി പോകാത്തൊരു പ്രത്യയശാസ്ത്രത്തിനെ പറ്റി, ഒരു മതപ്രത്യയശാസ്ത്രത്തിനെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധർമ്മം എന്ന് പറയുന്നത് ഇന്ത്യൻ ഇതിഹാസങ്ങൾ, പുരാണങ്ങളുടെയൊക്കെ ആണിക്കല്ലാണ്. അതല്ലാതെ വേറെ ഏത് സ്ഥലത്താണ്? റോമിൽ ഈ അടിമത്വമൊക്കെ വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞിരുന്ന പ്ലാറ്റോയുടെ, സോക്രട്ടീസിൻ്റെയൊക്കെ റോമിലും ഇറ്റലിയിലും ഗ്രീക്ക് ഈ സംസ്കാരങ്ങളൊക്കെയാണല്ലോ പിന്നീട് യൂറോപ്പ് ഏറ്റെടുത്തത്. റോം യൂറോപ്പിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ
അവിടെയൊക്കെ എവിടെയാണ് ഈ ധർമ്മം എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളത്? ഈ ധർമ്മം എന്ന് പറഞ്ഞ സംസ്കൃത വാക്കിന് സമാനമായ ഇംഗ്ലീഷ് വാക്കുണ്ടോ ആ അർത്ഥം കിട്ടുന്ന? ഇല്ലല്ലോ. അതുകൊണ്ട് ഇംഗ്ലീഷ് എഴുതുമ്പോൾ ധർമ്മ 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 എന്നാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഹമാസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വെസ്റ്റേൺ പടിഞ്ഞാറൻ രാജ്യമായി ബന്ധപ്പെട്ട് യൂറോപ്പുമായി ബന്ധപ്പെട്ട് ധർമ്മം എന്നെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അത് ഇന്ത്യൻ സനാതന ധർമ്മം, അതാണ് സനാതനത്വത്തിൻ്റെ ആണിക്കല്ലും അടിക്കല്ലും ഒക്കെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പം താരതമ്യം ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളെ വെച്ചിട്ടൊരു ലേഖനം അങ്ങ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് പടക്കിയാക്ക്, ലേഖനം എഴുതുകയല്ല, ലേഖനം പടക്കിയ എന്ന് പറഞ്ഞ പരിപാടിയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവരെ പറ്റി, ഈ സുനിത വിശ്വനാഥിനെ പറ്റി, ഇതൊരു അപകടം പിടിച്ച കഥാപാത്രമാണ്. ഇവരെ പറ്റി 2023 ജൂൺ 29 കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി കുറെ കാര്യങ്ങൾ ഈ സ്ത്രീയെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ വടക്കുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ രാഹുലിന്റെ സുഹൃത്തായതുകൊണ്ട് മുഖ്യമാധ്യമങ്ങൾ ഇന്ത്യ മുന്നണിക്കൊപ്പമാണല്ലോ, അതുകൊണ്ട് മിണ്ടാത്തതായിരിക്കും. രാഹുലും സുനിതയും നിൽക്കുന്ന ചിത്രം, ഈ സുനിത വിശ്വനാഥും രാഹുലും അമേരിക്കയിൽ നിൽക്കുന്ന ചിത്രം അവർ കാണിച്ചു. സോറോസിന്റെ സഹായിയാണ് ഈ സ്മൃതി ഇറാനി പറഞ്ഞു. ഇവർ കോ ഫൗണ്ടറാണ് എന്തിൻ്റെ, ഈ ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. വ്യാജ സംഘടനയാണ്, വലിയ കഥയൊന്നുമില്ല. അതുപോലെ തന്നെ അവർ സഹസ്ഥാപകയാണ് അബാദ് അഫ്ഗാൻ വിമൻ ഫൗണ്ടേഷൻ, അഫ്ഗാൻ വിമൻ ഫോർവേഡ് അബാദ് എന്ന് പറഞ്ഞിട്ടൊരു NGO, അതിൻ്റെയും സഹസ്ഥാപകയാണ്. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയുടെ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് വേണ്ടി. ഇതാണ് ഈ പരസ്പരം ബന്ധമില്ലാത്തൊരു സംഗതിയാണ്. 2020 ഇവര് എന്താണ് ഈ റിലീജിയൻ അഡ്വൈസർ ആയിരുന്നു അവിടെ ചില സർവകലാശാലകളിലുമൊക്കെ. ഇവരുടെ ആദ്യത്തെ ഭർത്താവ് സുഗേതു മേത്ത എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു. അതൊഴിഞ്ഞ് ഇപ്പോൾ സ്റ്റീഫൻ ഷോ എന്ന് പറഞ്ഞിട്ട് ഒരു സായിപ്പാണ് അവരുടെ കൂടെ ജീവിക്കുന്നത്. കൊളംബിയ സർവകലാശാലയിൽ ഇവർ കുറക്കാലം റിലീജിയൻ സ്റ്റഡീസിൻ്റെ ഒക്കെ ഉപദേഷ്ടാവായിരുന്നു, അഡ്വൈസർ. അത് കൊളംബിയ സർവകലാശാലയ്ക്ക് ജോർജ് സോറോസ് പണം കൊടുത്തു കഴിഞ്ഞാൽ അവരെടുത്ത് പറയുന്ന ആളെയൊക്കെ വെച്ചോളും, ഇയാൾ തന്നെ ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഈ അഫ്ഗാൻ വിമൻ എന്ന് പറഞ്ഞ ഈ സംഘടന ഉണ്ടല്ലോ, അഫ്ഗാൻ വിമൻ ഫോർവേഡ്, ഇവരുടെ NGO സുനിത വിശ്വനാഥ്, അതിന് സോറോസ് ഫണ്ട് കൊടുക്കുന്നുണ്ട്, ജോർജ് സോറോസ്. അതുപോലെ ഇവരുടെ സുഹൃത്തുക്കളാണ് തസീം അൻസാരി, സലിൽ ഷെട്ടി എന്നീ രണ്ടുപേര്. ഈ സലിൽ ഷെട്ടിയാണ് സോറോസിൻ്റെ ഓപ്പൺ ഫൗണ്ടേഷൻ്റെ ആഗോള വൈസ് പ്രസിഡന്റ്. ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധിയുടെ അത് കർണാടകയിൽ എത്തിയപ്പോൾ അതിൻ്റെ കൂടെ സലിൽ ഷെട്ടി ഉണ്ടായിരുന്നു, അത് ഫണ്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. ജൂൺ 4 രാഹുൽ ഗാന്ധി കഴിഞ്ഞ കൊല്ലം അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ന്യൂയോർക്കിലെ സമ്മേളനം രാഹുൽ ഗാന്ധിയുടെ സമ്മേളനം സംഘടിപ്പിച്ചത് തസീം അൻസാരി എന്ന് പറഞ്ഞ ഇവരുടെ ഈ സുഹൃത്തായിരുന്നു. നമ്മൾ ഈ ഇൻവിറ്റേഷൻ്റെ അകത്ത് നിങ്ങൾ RIP ഇന്ന ആളെ ബന്ധപ്പെടുക എന്നൊക്കെ എഴുതില്ലേ ഫോണിൽ, വരുമോയെന്ന് അറിയിക്കുക. ആ രാഹുൽ ഗാന്ധിയുടെ മീറ്റിങ്ങിൻ്റെ ഇൻവിറ്റേഷനിൽ ബന്ധപ്പെടാനുള്ള പേര് ഈ തസീം അൻസാരിയുടേതായിരുന്നു. ഈ തസീം അൻസാരി ആരാണെന്നുള്ളതാണ്. ഇയാൾ പാകിസ്ഥാൻ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടൊരു പോഷക സംഘടനയുടെ സൃഷ്ടാവാണ് അമേരിക്കയിൽ. ഇസ്ലാമിക് സർക്കിൾ ഓഫ് നോർത്ത് അമേരിക്ക എന്നാണ് അതിൻ്റെ പേര്. അത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സംഘടനയാണെന്ന് US കോൺഗ്രസ് പ്രതിനിധി സഭ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ 2019 ഇവരുടെ ഹിന്ദുസ് ഫോർ മറ്റേ സംഘടനയുണ്ടല്ലോ, ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് രൂപീകരിച്ചത്. ഈ ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ സുനിത വിശ്വനാഥിൻ്റെ സംഘടനകൾ രൂപീകരിച്ചിരിക്കുന്നത് 2 ഇസ്ലാമിക സംഘടനകൾ ചേർന്നാണ്. ഈ പറഞ്ഞ അൻസാരിയുടെ സംഘടനയും ഒക്കെ ചേർന്നാണ്. ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ,
ഓർഗനൈസേഷൻ ഫോർ മൈനോറിറ്റീസ് ഇൻ ഇന്ത്യ, ഓർഗനൈസേഷൻ ഫോർ മൈനോറിറ്റീസ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ, ഈ 2 സംഘടനകളും ചേർന്നാണ് ഈ ഹിന്ദു സംഘടന, ഈ വ്യാജ ഹിന്ദു സംഘടന ഇവരുടേത് കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഈ 3 സംഘടനകളും കൂടി അലയൻസ് ഫോർ ജസ്റ്റിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞ് വേറൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അലയൻസ് ഫോർ ജസ്റ്റിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ് 2019 സെപ്റ്റംബർ 22 അമേരിക്കയിലെ ഹൂസ്റ്റണിൽ മോദിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ഇതാണ് ഈ സുനിത വിശ്വനാഥിൻ്റെയൊക്കെ പശ്ചാത്തലം. സോറോസിന് വേണ്ടി ഈ അരാജകത്വം സൃഷ്ടിക്കുക, ഇന്ത്യക്കകത്ത് ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയുടെ പേര്, സൽപ്പേര്, അതിന് കളങ്കം ഉണ്ടാക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ 2020 ജനുവരിയിൽ ഈ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ടു ഫൈറ്റ് നാഷണലിസം, ദേശീയതയ്ക്കെതിരെ പോരാടാനായിട്ടൊരു ആഗോള സർവകലാശാല ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് 2020 ജനുവരിയിൽ $1 ബില്യൺ ജോർജ് സോറോസ് നീക്കി വച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സഹായമൊക്കെ പറ്റി നടക്കുന്ന ഈ വേഷങ്ങളാണ് ഈ സുനിത വിശ്വനാഥിനെ പോലുള്ള ആളുകൾ. അതുകൊണ്ടാണ് അവരിപ്പോൾ ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ് 2 മുസ്ലിം സംഘടനകൾ ഉണ്ടാക്കിയ വ്യാജ ഹിന്ദു സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നടന്നിട്ട് ഇങ്ങനെ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ ധർമ്മം എന്താണോ അതാണ് എന്ന് വരുത്തി തീർക്കുന്നതും എഴുതുന്നതും ഇത് വലിയ അപകടം ആണ്. ഈ അപകടം ഈ ആഗോള തലത്തിൽ തന്നെ ഹിന്ദുക്കൾ തിരിച്ചറിയുകയും ഇത്തരം കഥാപാത്രങ്ങളെ, മറുതകളെ ഒറ്റപ്പെടുത്തുകയും അനിവാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഹമാസിന് ജന്മാഷ്ടമി ആശംസകൾ എന്നല്ല ഹിന്ദുക്കൾ പറയേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനെ ഈ സുഡാപ്പി മനസ്സുള്ള ഇവരെപ്പോലുള്ള ഹിന്ദുക്കൾ പറയുന്നത് അതാണ്. അത് അപകടമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.